സ്ക്രീൻ ടൈമിന്റെ കാര്യം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിലേക്ക് ഇത് കൊടുക്കരുത്. ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ ഒത്തിരിയും കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത്രയും പാരൻസ് വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ്. സീനിയേഴ്സിന് വലിയ കുട്ടികളുടെ സ്ക്രീൻ ടൈം മാറ്റാൻ ഗെയിം അഡിക്ഷൻ, ഏതൊക്കെ രീതിയിലുള്ള ഗെയിമുകളാണ് നമ്മൾ പോലും അറിയത്തില്ല. ഇവർ ഏതൊക്കെ ഗെയിമാണ്, എപ്പോഴാണ് കളിക്കുന്നത്, ഏതൊക്കെ ചാറ്റ, അതൊക്കെ അവർ എല്ലാം കയറി ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെയ്തിട്ട് അതൊക്കെ അവർ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിയും. നമ്മൾ ഒന്നും കണ്ടുപിടിക്കുന്നില്ല. നിമിഷ നേരങ്ങൾ മതിയാവും ഇതൊക്കെ. അപ്പൊ അതിലേക്ക് ടെക്നിക്കലി എന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് ആയിരിക്കണം കുട്ടികൾ. പക്ഷെ ഓവർ യൂസേജ് വേണ്ട. പ്രത്യേകിച്ച് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ അതൊരു അഡൽട്ടിന്റെ മെയിൽ ഐ ഡിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോണാണ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കയറി വരുന്നത്? നമ്മളുടേതായ രീതിയിലുള്ള ന്യൂസുകളായിരിക്കും നമുക്ക് കയറി വരുന്നത്. ഓക്കെ, അപ്പൊ കിഡ്സിന് സ്പെഷ്യലായിട്ടാണ് എല്ലാ മെയിലും എല്ലാം സെറ്റ് ചെയ്യുന്നത്. കിഡ്സിന് സ്പെഷ്യലായിട്ടാണ്. അപ്പൊ അത് നമ്മൾ നമ്മുടെ ഫോൺ ചെയ്തിട്ടില്ല. ഈ കുട്ടി ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്താണ് കാണുന്നത്? നമ്മൾ കാണുന്ന വലിയ വലിയ ന്യൂസുകൾ, സ്ഫോടനങ്ങൾ, അത് ഇത് തെറ്റായ വാർത്തകൾ, അതെങ്ങനെ കുറെ കാര്യങ്ങളായിരിക്കും. അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇനി എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ, പേടിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ ഹെഡ്ലൈൻസ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഈ യൂട്യൂബിലും ഒക്കെ കയറി വരുന്നത്. അപ്പൊ കുട്ടി ഇത് തന്നെ കാണും. കുട്ടിക്ക് ഇത് തന്നെ കാണും. കുട്ടിയുടെ മെയിൽ ഐ ഡിയിൽ കിഡ്സിന്റെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോണല്ല അത്. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഒക്കെ കൊടുക്കുവാണെങ്കിൽ, ടാബൊക്കെ കൊടുക്കുവാണെങ്കിൽ കുട്ടിയുടേതായ കിഡ്സിൻ്റെതായ ഒരു സെറ്റിംഗ് ആണ്. അത് ചെയ്ത് വേണം കുട്ടിയെ കാണിക്കാൻ. ഓക്കെ, അതൊക്കെ നമ്മൾ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളിതൊന്നും അറിയത്തില്ല സംഭവിക്കുന്നു. കുറേ തലങ്ങൾ കടന്നു കഴിഞ്ഞ് കുറേ വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇതൊക്കെ കരുത്ത് പോയി എന്നുള്ളത്. മാക്സിമം സ്ക്രീൻ ടൈമിന്റെ കാര്യം നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കും.